ബീഫ് കറി. അതിൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി തിരുമ്പിയിട്ട് കുക്കറിൽ വെച്ച് വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കറിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, സബോള, മസാലപ്പൊടിയെല്ലാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീഞ്ചട്ടിയിൽ. അതിലിപ്പോൾ നമ്മൾ ചൂടായി കഴിഞ്ഞാൽ കടുകിടും. വേവിച്ച് വെച്ച കുക്കറിലുണ്ട്. ബീഫ് കറി കുക്കറിലുണ്ട്. ഈ ഐറ്റങ്ങളെല്ലാ സാധനങ്ങളും നമ്മൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലിപ്പോൾ ചെറിയ ഉള്ളി കടുക് പൊട്ടിക്കഴിഞ്ഞു ചെറിയ ഉള്ളിട്ട് മൂപ്പിച്ചിട്ടോ. അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇട്ടിട്ട് അതിൻ്റെ കൂടെ തേങ്ങ മുട്ട മൂപ്പിക്കുക. ഇത് ബ്രൗൺ കളറാകുമ്പോൾ കാണിച്ചുതരാം. കറിക്ക് ഇതാണ്ട സബോളയൊക്കെ മൺചട്ടിയിൽ ഇട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തേങ്ങ കൊത്തിയതും ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറാവുമ്പോൾ എന്നിട്ട് നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം ചേർത്ത് ഈ പച്ചമുളകും ഇഞ്ചിയും ഇതിലിട്ട്, വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ആയിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള സബോള വെച്ചിരിക്കുന്ന ലാസ്റ്റ് ചീഞ്ചട്ടിയിൽ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ മൂപ്പ് നമ്മളെല്ലാ ബീഫ് മിക്സായിട്ട് മേലെ കൂടെ ഇടാനാണ് ബാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് സമയം നമ്മളേക്കാവും. എന്നിട്ടിപ്പോൾ നമ്മൾ അത് ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടോ ആവി വരുന്നതൊക്കെ ആയിട്ട് ബീഫിൽ നമ്മളെല്ലാ പൊടികളും ചേർത്തിട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ടാണ്ട് വിസിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ഇതിന് ചേർക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ബീഫിന് ബ്രൗൺ കളറായി കേട്ടോ. അതിൽ ശകലം ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ശകലം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് ബീഫൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് അപ്പോൾ ബീഫ് കറിയിൽ റെഡി ആവാനായിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ചേർക്കാനുള്ള സാധനങ്ങളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, അങ്ങനെ അതെല്ലാ പൊടികളായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൂണിട്ട് നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് ഒരു കുറുകിയ പോലെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ മസാലകൾ സബോള അരിഞ്ഞതിൽ ചേർത്തിട്ട് എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബീഫ് കറിയുടെ ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഉണ്ടോ, കഴിക്കാൻ തോന്നുന്നുണ്ടാവുന്നുണ്ട് എല്ലാവർക്കും. നന്നായി തിളച്ച് ബ്രൗൺ കളറായി കണ്ടോ. നമ്മൾ സബോള, ചെറിയ ഉള്ളി, സബോള, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ കൊത്തിയത്, അതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ല ബ്രൗൺ കളറായി. ഇപ്പം നമുക്ക് ബീഫ് എടുത്ത് ഇതിലേക്ക് ബീഫ് നമുക്ക് അതിൽ ഇളക്കിക്കൊണ്ട് ഇത് നമുക്ക് അതൊന്ന് വെള്ളം വറ്റിയിട്ട് ഗ്രേവി പോലെ ആവുന്നത് കാണാം. ഓക്കെ, ബീഫ് കറി റെഡി. വെള്ളമൊക്കെ പാകത്തിന് വെള്ളമൊക്കെ വറ്റി ഉണ്ടോ, പാകത്തിന് വായിൽ വെള്ളം വരുന്നതാവുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കള്ള് കുടിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ.
റെഡിയായി. നമ്മൾ എന്നിട്ട് അത് ഉള്ളി വറുത്തി വെച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇതെടുത്തുണ്ടോ. എന്നിട്ട് അതേമെടുക്കണം. നല്ലൊരു ഇതാണ്. ആഹാ, സൂപ്പറല്ലേ ബീഫ്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് വയ്ക്കാനുള്ളത്. നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലേ ബീഫ് കറി. ഇതാ ഞാൻ എന്താ കഴിക്കാൻ വേണ്ടി പോവണം. സൂപ്പർ. ഇതുപോലുള്ള ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാം. പാലക്കാട് ബീഫ് കറി എന്ന് പറഞ്ഞാൽ പാലക്കാട് കയറണം. ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂപ്പർ. ഇതിലെരിവും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണം. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ബൈ. ഇനിയും നമുക്ക് ഇന്ന് കാണാം. ഓക്കേ.